ഇത്തവണ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ കനത്ത പോരാട്ടമാണ് നടത്തുന്നത്. UDF അവരുടെ ഒരു തുറുപ്പ് ചീട്ടിനെയാണ് രംഗത്തിറക്കിയത്. ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജനെ കളത്തിലിറക്കിയതിലൂടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമൂഹത്തിന് രണ്ട് സന്ദേശമാണ് നൽകിയത്. ഒന്ന്, മുസ്ലിം ലീഗിന് ഒന്നിൽ കൂടുതൽ വനിതകളെ നിർത്താൻ സാധിക്കുമെന്നുള്ള സന്ദേശം. ഒപ്പം തന്നെ അതിലുപരി സഹോദര മതസ്ഥരായ ആളുകളെ കൂടി മുസ്ലിം ലീഗ് പരിഗണിക്കുന്നു എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഈ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആവേശത്തിലാണ് UDF പ്രവർത്തകരുള്ളത്. എന്തായാലും ജയന്തി രാജൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ചേച്ചി, നമ്മൾ നേരത്തെ കണ്ടത് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ്, ഇപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോഴാണ്. എന്ത് തോന്നുന്നു സ്ഥാനാർത്ഥിയായപ്പോൾ? ഇവിടെ കടന്നു വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇപ്പം ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഈ യാത്രയിലൂടെ 19-ാം തീയതി ആരംഭിച്ച യാത്രയാണ്. ഈ യാത്രയിലുടനീളം ഇവിടുത്തെ ആളുകൾ എന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വലിയൊരു വിജയമുണ്ടാവും. പക്ഷേ കൂത്തുപറമ്പ് UDFനെ സംബന്ധിച്ച് ഈ ഇപ്പോൾ സമീപകാലത്ത് കിട്ടിയത് KP മോഹൻ RJD UDFൻ്റെ കൂടെ വന്നപ്പോഴാണ്. പിന്നെ അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സാഹചര്യം ഇപ്പോൾ UDFന് അനുകൂലമാണോ കൂത്തുപറമ്പ്? കൂത്തുപറമ്പ് UDFനോടൊപ്പമുണ്ട്. കാരണം ഈ കഴിഞ്ഞ ടേമുകളിലൊക്കെ ഇരുന്ന സാഹചര്യങ്ങൾ വളരെ മോശമായിട്ടാണ് ഈ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വികസനത്തിൻ്റെ പോരായ്മകൾ ഇവിടെ നന്നായിട്ട് കാണാൻ സാധിച്ചു എനിക്ക് യാത്ര ചെയ്തപ്പോൾ. ശരിക്കും നമ്മൾ പറയുന്നത് വരും തലമുറയ്ക്ക് വേണ്ടി എന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ വരും തലമുറയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ വരും തലമുറയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയുന്ന ഒരു വികസനവും ഈ മണ്ഡലത്തിൽ കണ്ടില്ല. എനിക്ക് ഒപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യുവജനങ്ങൾക്കൊപ്പമാണ്. ഒപ്പം ഇവിടുത്തെ സ്ത്രീകളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകളാണെങ്കിലും ഒരു ടെക്നിക്കൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുട്ടികൾക്ക് നല്ല നിലയിൽ പഠിച്ചുയരാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ആരോഗ്യമേഖലയാണെങ്കിലും വളരെ ശോചനീയാവസ്ഥയിലാണ് ആരോഗ്യമേഖല. പണിത് വെച്ച ഹോസ്പിറ്റലുണ്ടെങ്കിലും അതിനകത്ത് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ 10 വർഷക്കാലം കൊണ്ട് ഇവിടെ വികസനത്തിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ട്. സമഗ്രമായ ഒരു വികസനമാണ് കൂത്തുപറമ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള സാധ്യതകൾ നമ്മളൊക്കെ മുന്നോട്ട് വെച്ച സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ വനിതകൾ ഉണ്ടാവുമെന്ന്. നമ്മൾ വാർത്തയൊക്കെ നൽകുന്ന സമയത്ത് ആളുകൾ നെറ്റിച്ചൊളിക്കുകയാണ്, ലീഗോ ഒന്നിൽ കൂടുതലോ വനിതകളോ എന്നുള്ളത്. അവിടെ നിന്നാണ് ജയന്തി രാജനെയൊക്കെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് കാണുന്നത്? പുതിയ സ്ഥാനമേറ്റെടുത്തുകൊണ്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാർട്ടിയുടെ പ്രസിഡൻ്റായതിനു ശേഷം വളരെ വ്യത്യസ്തമായ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഐഡിയോളജി എന്ന് പറയുന്നത് മതസൗഹാർദ്ദമാണ്. അതിൻ്റെ ഭാഗമാണ് ദേശീയ മുസ്ലിം ലീഗിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് വയനാട് ജില്ലയിൽ നിന്നും ഞാൻ കടന്നു വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു കൂത്തുപറമ്പ് എന്ന് പറയുമ്പോൾ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മറികടക്കാൻ എനിക്ക് പ്രാപ്തിയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് തങ്ങൾ എന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഞാനിവിടെ കൂത്തുപറമ്പിൻ്റെ മകളായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ തന്നെ എന്നെ വിജയിപ്പിക്കും, 100% ഞങ്ങൾ വിജയിക്കും. കൂത്തുപറമ്പ് എന്നെ ഹൃദയത്തിലേറ്റി കഴിഞ്ഞു. ചുരമിറങ്ങി വന്നത് ചുരം കയറി പോകാനല്ല. അല്ലല്ലല്ല, ചുരമിറങ്ങി വന്നത് ചുരം കയറാനല്ല, കൂത്തുപറമ്പിൽ തന്നെ താമസിക്കാൻ വേണ്ടിയാണ്. മറ്റൊന്നേ, ഈ നേരത്തെ ഇത് ഇടതുകോട്ടയാണെന്നാണ് LDFും CPM ഒക്കെ അവകാശപ്പെടുന്നത്. നേരത്തെ ഇടതുകോട്ട പൊളിച്ചൊരു പാരമ്പര്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇടതുകോട്ട പൊളിച്ച പാരമ്പര്യമുണ്ട്. അതുമാത്രമല്ല, സൂപ്പി സാഹിബ് ഇരുന്ന സമയത്ത് കൊണ്ടുവന്ന വലിയ വികസനങ്ങൾ മാത്രമാണ് ഈ മണ്ഡലത്തിലുള്ളത്. അതിനുശേഷം KP മോഹനേട്ടനാണെങ്കിലും ഒരു തവണ UDFനൊപ്പമാണ് വിജയിച്ച് വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഇത് UDFൻ്റെ കൈകളിൽ സുഭദ്രമായിരിക്കും. ഇവിടെ കൂത്തുപറമ്പിലെ ആളുകളുടെ ഒക്കെ പ്രതീക്ഷ, അവരുടെ ആഗ്രഹം, അവരെ കയറുമ്പോൾ അവർക്കുള്ള ആവശ്യമെന്ന് പറയുന്നത് കൂത്തുപറമ്പിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ മറ്റ് പ്രദേശങ്ങൾ പോലെയുള്ള ഒരു സൗഹൃദം നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ അമ്മമാരെയൊക്കെ കാണുമ്പോൾ മോളെ ജയന്തി അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. എങ്ങനെയാ? തീർച്ചയായിട്ടും എന്നെ ഹൃദയത്തോടാണ് ചേർത്ത് വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാലും ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് UDFൻ്റെ ഒരു ട്രഷറി ബെഞ്ചിൽ ഒരു വനിതാ മന്ത്രി എന്ന ചരിത്രമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ പ്രതീക്ഷയിലാണല്ലേ? അതൊക്കെ പാർട്ടി സംവിധാനത്തിൽ, മുന്നണി സംവിധാനത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതല്ല. വിജയം 100%, ഞങ്ങൾ 100%. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് ജയന്തി രാജനുള്ളത്. കാരണം ചില അപ്രതീക്ഷിതമായ തീരുമാനങ്ങളുമായി ഞെട്ടിക്കുകയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൂത്തുപറമ്പ് മറ്റൊരു അപ്രതീക്ഷിത തീരുമാനത്തിലൂടെ ഞെട്ടിച്ചാൽ വീണ്ടും സാദിഖ് അലി തങ്ങളിൽ നിന്നും മറ്റൊരു അപ്രതീക്ഷിത തീരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതൊരു പക്ഷേ ജയന്തി രാജനിലൂടെ ആവാനും മതി എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. ഇവർ വലിയ പ്രതീക്ഷയിലാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.